നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൊലപാതകങ്ങളിൽ ഒന്ന് അതാണ് കഴിഞ്ഞ ദിവസം പനച്ചമൂട് പ്രിയംവദ കൊലപാതകവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇപ്പോഴിതാ ആ കൊലപാതകത്തിന്റെ ചുരുളഴിച്ച അങ്ങനെ ഒരു കൊലപാതകം അവിടെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുള്ള സരസ്വതി അമ്മയ്ക്ക് എതിരെ ഒരു വധഭീഷണി ഉയർന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കൊലപാതക വിവരം പുറത്തറിയിച്ചതാണ് സരസ്വതി അമ്മയ്ക്ക് നേരെ ഇത്തരം ഒരു വധഭീഷണി ഉയരാൻ കാരണമായിരിക്കുന്നത് എന്നാണ് നിലവിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയംവദയുടെ മരുമകൻ കണ്ണൻ എന്ന് പറയുന്ന ജിതിനെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. ഇയാൾ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു കൊലപാതകം ഈ ഒരു പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് എന്ന് പറയുകയും അതിൻ്റെ ചുരുളഴിക്കുകയും ചെയ്തതിൻ്റെ പക, അതേസമയം കൊലപാതക വിവരം നടത്തുന്നതിന് മുമ്പ് തന്നെയുണ്ടായ ഇവർ ബന്ധുക്കൾ തമ്മിലുള്ള പരസ്പരമുള്ള പകപോക്കൽ, അതൊക്കെ ഈ ഒരു വധഭീഷണിക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് നിലവിൽ വ്യക്തമാകുന്നത്. കൊലപാതക വിവരം പുറത്ത് അറിയിച്ചു എന്നതിനേക്കാൾ ഉപരി ഇതിനു മുമ്പ് തന്നെ ഇവർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് വഴിത്തർക്കമായിരുന്നു. വഴിത്തർക്കവും അതുമായി ബന്ധപ്പെട്ട വീട്ടുമുറ്റത്ത് നിന്നുള്ള മരങ്ങളിൽ നിന്നുള്ള ഇല, ചക്ക പോലുള്ള സാധനങ്ങൾ വീട്ടുമുറ്റത്തേക്ക് വരുന്നു എന്നതടക്കം പറഞ്ഞുകൊണ്ടുള്ള നിരവധി തർക്കങ്ങൾ ഇവർക്കിടയിലുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം കൂടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു കൊലപാതകം കൂടെ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കൊലപാതക വിവരം പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു വധഭീഷണി ഉയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഇയാൾ ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരികയും ആക്രമണം നടത്തുകയും ചെയ്തു എന്നാണ് വിവരം. അതുപോലെ തന്നെ പോലീസിൽ ഈ പരാതി നൽകിയിരിക്കുന്ന സരസ്വതി പറഞ്ഞിരിക്കുന്നത് ഇയാൾ ഇവരുടെ വീട്ടുമുറ്റത്തുണ്ടായ മതിൽ എന്ന് പറയുമ്പോൾ ഓലയൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു മതിലാണ്. ആ മതിൽ ഇടിച്ചു തകർക്കുകയും അതിനുശേഷം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞ് നിന്നെ ഞാൻ കൊല്ലും എന്നുള്ളത് തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ വലിയൊരു കേസിന്റെ ചുരുളഴിച്ചതിന്റെ പക ഇവരോട് ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിന്റെ ഭാഗമായിട്ട് വധഭീഷണി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരെ ഈ വധഭീഷണി ഉയർത്തുന്ന ആൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടി ഉടൻ തന്നെ കൈക്കൊള്ളണം എന്നുള്ളതാണ് നിലവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും പ്രതികരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു റിപ്പോർട്ട് ഈ പറയുന്ന പ്രിയംവദ കൊലപാതക കേസ്. പനച്ചമൂട് പഞ്ചാംകുഴി മാവുവിള സ്വദേശിയായിട്ടുള്ള പ്രിയംവദയെയാണ് അയൽക്കാരനായിട്ടുള്ള വിനോദ് കൊലപ്പെടുത്തിയത്. മൃതദേഹം ഒളിപ്പിക്കാൻ പ്രതിയെ സഹായിച്ച സഹോദരൻ സന്തോഷിനെയും പോലീസ് ഈ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതി വെളിപ്പെടുത്തിയിട്ടുള്ള പ്രകാരം അയാളുടെ ഭാര്യാമാതാവിന്റെ പുരയിടത്തിൽ നിന്നായിരുന്നു മൃതദേഹം കണ്ടെടുത്തത്. ജൂൺ 12-നാണ് പ്രിയംവദയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിന് പരാതി നൽകിയത്. ജോലിക്ക് പോയെന്ന് കരുതി പ്രിയംവദ തിരിച്ചു വന്നിരുന്നില്ല. മക്കൾ പലപ്പോഴും ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഫോൺ ആരും എടുക്കാത്തൊരു സാഹചര്യമായിരുന്നു. ഇതോടെയാണ് ഇവരെ കാണാനില്ല എന്നുള്ള പരാതി പോലീസിൽ നൽകുന്നത്. ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രിയംവദയുടെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ട് എന്നും തന്റെ വീടിന്റെ സമീപത്ത് രക്തക്കറകൾ കണ്ടതായിട്ടും അവിടെ ഒരു കൊലപാതക സാഹചര്യം ഉണ്ടായോ എന്നുള്ള സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമീപവാസിയായിട്ടുള്ള സരസ്വതി വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നത്. മാവുവിള പള്ളി വികാരിയോടായിരുന്നു സരസ്വതി ഈ കാര്യങ്ങളൊക്കെ ആദ്യം വെളിപ്പെടുത്തിയിരുന്നത്. പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയും അവർ സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയും ചെയ്യുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് രക്തക്കറയും മുടിയും ഒക്കെ ആ പ്രദേശത്ത് കണ്ടെത്തി. ഇതേ തുടർന്നാണ് സരസ്വതിയുടെ മരുമകൻ വിനോദിനെ ചോദ്യം ചെയ്തത്. പ്രിയംവദയെ കൊന്ന് കുഴിച്ചു മൂടിയെന്ന് ഈ ഒരു ചോദ്യം ചെയ്യലിൽ വിനോദ് സമ്മതിക്കുകയായിരുന്നു. സാമ്പത്തിക തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കി അന്ന് പറഞ്ഞിരുന്നത്. പ്രിയംവദയുടെ കയ്യിൽ നിന്ന് വിനോദ് പണം വാങ്ങിയിരുന്നുവെന്നും ഇത് തിരിച്ചു ചോദിപ്പിച്ചപ്പോഴുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന സൂചന. എന്തായാലും ഇതിന്റെ അന്വേഷണങ്ങളും കൂടുതൽ നടപടികളും ഒക്കെ തുടരുന്നതിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്ന മൊഴി നൽകിയിട്ടുള്ള വ്യക്തിക്കെതിരെ ഒരു വധഭീഷണി കൂടെ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം ഈ ഒരു സംഭവ സ്ഥലത്ത് നമ്മൾ മലയാളി വാർത്തയുടെ പ്രതിനിധികൾ പോയപ്പോൾ തന്നെ അവർ പറയുകയുണ്ടായി, ഈ ഒരു പ്രതിയെ മരുമകനെ വെറുതെ വിടരുത്, കാരണം അവൻ ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തനിക്ക് വധഭീഷണി ഉണ്ടാകും, തനിക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള പല ആശങ്കകളും അവരും പ്രതിയുമായി ബന്ധപ്പെട്ട് പുറത്ത് നൽകിയിരുന്നു. അവർക്ക് ഭയമുണ്ടായിരുന്നു അവരെ എന്തെങ്കിലും ഈ കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകളടക്കം എന്തെങ്കിലും ചെയ്യുമോ എന്നതടക്കമുള്ള ഒരു ഭയം. അങ്ങനെയുള്ള ഒരു ഭയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർക്കെതിരെ ഒരു വധഭീഷണി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി കൂടുതൽ എന്താണ് അവരുടെ ആ ഒരു പ്രതികരണം എന്നത് കൂടെ കാണാം.
ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വീട്ടിൽ നാറ്റം എടുത്ത് ആ സഞ്ചിയെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അവിടെ ചെന്ന് എത്തി നോക്കിയപ്പം സാമ്പ്രാണി തിരിയൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നു. ബൾബുണ്ട് അവിടെ ഇട്ടിട്ട് സ്വിച്ച് ഓൺ ആവണില്ല. ഫോണിൽ ഉള്ള വെട്ടം എടുത്ത് കത്തിച്ച് നോക്കിയപ്പോൾ കൈ മാത്രം കണ്ട്. പിന്നെ അവിടെ നിന്നില്ല, ഓടിക്കളഞ്ഞു. അവൻ കണ്ട എന്നെ കൊന്നുകളയില്ലേ, അതുകൊണ്ട് ഓടിക്കളഞ്ഞു. ഓടി വന്നിരുന്നു. ഒന്നാമത് അറ്റാക്കിന് മരുന്ന് അയച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വല്ലാതെ വന്നുവിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് എൻ്റെ ചെറുമോളെ പറഞ്ഞയച്ച്, നിൻ്റെ അപ്പ എന്തര വെങ്കല പാത്രം അലുമിനി പാത്രം എന്തോ കൊണ്ട് വച്ചേക്കുന്നു, മക്കൾ ചെന്ന് നോക്കുന്നു. എൻ്റെ മുഴുവൻ പാടില്ല, അവർക്ക് നാളെ ഒരു കാലം അവരും ജീവിച്ച് വരാണ്ടല്ലേ. ചെന്ന് നോക്കാൻ പറഞ്ഞു. ചെമ്മാലം പോവില്ല എന്നാൽ ഞാൻ ഓട്ടിച്ച് വിട്ട് മക്കൾ ചെന്ന് നോക്കെന്തരുന്നു ആക്കിയിട്ട് ഇവിടെ വന്ന് വിളിച്ചു കൊണ്ടുവന്നു. അമ്മ ഒന്ന് വിളിച്ച് കാറ്റി കൊണ്ടുവിടണം. ഞാൻ ഓടിച്ചെന്ന് പൊത്തി. എന്തായാലും ആരടുത്തും പറയരുത്, എടുക്കരുതെന്ന് അന്നിരുന്നു. പിറ്റന്ന് രാവിലെ ഞാൻ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ പോലീസിനെ അറിയിച്ചു. അപ്പോൾ ഈ മരുമകൻ ഒരു പ്രശ്നക്കാരനാണോ വിനോദ് എന്ന് പറയുന്നത്? ഉണ്ട്. 10-15 വർഷം കൊണ്ട് നിങ്ങൾ അനുഭവിക്കണം. ഇപ്പം കാണടില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് തിരുന്തും നാളെ തിരുന്തൊന്നും ഞാൻ വിചാരിച്ചു. കൂടി വീണല്ലാതെ കുടുംബക്കാരനായില്ല. ഈ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. അവന് കഴിക്കാൻ എന്തരമൊക്കെ ഉണ്ടോ, കിറുക്ക് വരാൻ പോലും അവന് അത് കഴിക്കൊക്കെ ഉണ്ട്. കഞ്ചാവും വെള്ളാടിയൊക്കെ ഉണ്ട്. എന്ത് പണിയാണ് ഈ വിനോദ് ചെയ്തുകൊണ്ടിരുന്നത്? എന്ത് ജോലിയായിരുന്നു വിനോദിന്? മേശര കൂട്ടത്ത് ജോലിക്ക് പോകും. ഒരു ദിവസം പെയ്യുക, ഒരാഴ്ചയ്ക്ക് അവനും അത് മതി, പിന്നെ പോവില്ല. അവന് തനിയെ ചിലവിനുള്ളത്. ഈ പ്രിയംവദയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ വിനോദിന്? അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ? അതിന് ചെറുതായിട്ട് പുറത്തൊക്കെ എന്തെങ്കിലും സംസാരമൊക്കെ ഉണ്ട്. പിന്നെ വലുതായിട്ടൊന്നും അങ്ങനെ ഞാൻ അത് അറിയുന്നില്ല. എങ്കിലും വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അവന് അതിനൊക്കെ ഉള്ള പോക്കും വരവൊക്കെ ചെറിയ സംശയം എനിക്കുണ്ട്. എന്നിട്ട് നമ്മളത് കണ്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള സംശയം ഇരുന്നതിലാണ് എൻ്റെ പിള്ള ഗൾഫിൽ പെയ്യത്. ഇളയ മോള് അവക്ക് കണ്ട് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് അവള് പോയി. എന്നാണ് ഇങ്ങനെ അവരെ വീട്ടിൽ പോണതും വരണതും നിനക്ക് ആ പിള്ളേക്ക് അറിയാമോ? അവളെൻ്റെ വീട്ടിൽ പോണതും വരണതും. അതുകൊണ്ട് ആ കണ്ട് സഹിക്കാൻ വയ്യാതെ വീട്ടിൽ 5 പൈസ കൊടുക്കില്ല. അവൻ മക്കളെയും പെണ്ടാട്ടിയെ നോക്കണ്ടേ. അങ്ങനെ എന്തെങ്കിലും അത് മാസങ്ങളൊക്കെ ആയി, വർഷങ്ങൾ ആയി അത് അങ്ങ് നിന്ന്. പിന്നെ ഇപ്പം എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ടില്ല, കാണാതെ ഞാൻ പറയാം. കണ്ടത് ഞാൻ എത്രയും കൈ മാത്രം നോക്കിയിട്ട് ഓടിക്കളഞ്ഞ അത്രയേ ഉള്ളൂ. അപ്പൊ ഈ പ്രിയംവദയെ കാണാതായി എന്ന വിവരം ഇവിടെ നാട്ടുകാർ അറിഞ്ഞു? നാട്ടുകാരറിഞ്ഞ്, ഞാനും അറിഞ്ഞ്. 4-5 ദിവസമായി അവളെ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയണ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ തമാസ വക്കിൽ കണക്കാക്കി. അവളെ സ്ഥിരം പരിപാടിയാണ്, ഇത്തിരി അഴിമതി ഉള്ള ആളാണ്. ആരോടെങ്കിലും പേറ്റിന് വരും. 5-6 ദിവസം കഴിയുമ്പോൾ അവള് വരും എന്ന് വിചാരിച്ചു. ഈ പ്രിയംവദയെ കാണാതായപ്പോൾ ഇവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു അന്വേഷണം ഉണ്ടാവുന്നു, പോലീസ് അന്വേഷിക്കുന്നു. അപ്പോൾ വിനോദ് ആ ഒരു അന്വേഷണത്തിൽ, അതായത് പ്രിയംവദയെ കണ്ടെത്തിയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നോ? വിനോദ ഇതിന്റെ നാമതേ ഇല്ല. ഇല്ല. അതൊന്നുമില്ല. അത് അവന്റെ വയന്ന് നിന്നില്ല. ഞാൻ എൻ്റെ മരുവൻ്റെ പറഞ്ഞു പ്രിയമ്മയെ കണ്ടില്ല. അതിന്റെ ഗുണവും മോശവും ഒന്നും പറഞ്ഞില്ല. പറയുന്നു. ഈ വിനോദിന്റെ സഹോദരൻ ഇപ്പൊ അറസ്റ്റിലായിരിക്കുകയാണ്. അപ്പൊ അവിടെ വന്നത് ശ്രദ്ധിച്ചിരുന്നോ? എപ്പോഴെന്ന് അറിഞ്ഞൂടാ വന്നത്. 6 മണിയാവുമെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ പ്രിയംവദ എന്ത് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അവൾ അണ്ടി ഓഫീസിൽ പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. അണ്ടി ഓഫീസിൽ പോണെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ അവിടെ ഇരിക്കുന്നെങ്കിൽ അവരെ പറക്കുന്നൊന്നും പോയില്ലല്ലോ. നേരത്തെ ഇങ്ങനെ വഴക്കുണ്ടായിട്ടെന്ന് പറയുന്നില്ലേ പ്രിയംവദയും? ഇല്ല, അങ്ങനെയുള്ള വഴക്കൊന്നുമില്ല. ഇവർക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അത് ഈ പൈസയുടെ കാര്യത്തിൽ വഴക്കുണ്ടായിരുന്നു? അതൊന്നുമില്ല. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയാത്തത് ഞാൻ പറയില്ല. അതൊന്നുമില്ല. ഞാൻ അറിഞ്ഞില്ല. കൊടുക്കാണ്ട ഇത് അവർ തമ്മിൽ
ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ പറയുമോ വായിച്ച ഇത്രയും സത്യം പറയാമെങ്കിൽ അത് പറഞ്ഞൂടെ. അങ്ങനെയൊന്നും അപ്പോ വിനോദ് ഒരു പ്രശ്നക്കാരനായിരുന്നു അപ്പോ അല്ലേ? പിന്നെ ഈ വിനോദിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ബാക്കിപ്പോ ഇല്ല. പള്ളിയില് ഞാൻ പള്ളിയിൽ അച്ഛനോട് തന്നെ പറയാന്ന് വിചാരിച്ച എന്തുകൊണ്ടാണ്? പേടിച്ചായിരുന്നു അല്ലേ? അപ്പൊ ഇത് കണ്ടപ്പോൾ നല്ല പേടിച്ചായിരുന്നു അല്ലേ? ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞു, പൂജ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് വിളിച്ചു, ദൈവമേ ഇതെല്ലാം നടത്തി വരുന്ന ദൈവം എനിക്കൊരു ഉണർവ് തരണേ, ഞാൻ എന്ത് ചെയ്യാം, എനിക്കൊരു ഉണർവ് ദൈവം തന്നെ തരണം. കരഞ്ഞ് സങ്കടപ്പെട്ടു. അച്ഛൻ്റെ അടുത്ത് പറയാൻ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അച്ഛൻ തന്നെ പോലീസിനെ അറിയിച്ചത്. എന്നാൽ പോലീസ് വന്ന് എൻ്റെ മൊഴിയും കേട്ട് പള്ളി വെച്ച് എന്നെ വിളിച്ചില്ല, ഒന്നുമില്ല, അമ്മച്ചിയോടെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അമ്മയ്ക്ക് ഇത്രയും ഒരു തെറ്റ് ചെയ്ത വ്യക്തി ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് അമ്മയുടെ ആഗ്രഹം അല്ലേ? ഇല്ല, ഒന്നുമില്ല. യവൻ ഇനി പച്ചയ്ക്കെല്ലാരും ലോകത്ത് ഇനി ആരെ ഇതുപോലെ ഒരു പെമ്പിള്ളേരെ ചെയ്യരുത്. ഒന്നില്ലേ പയ്യ, ഇനി എത്ര അറിയാതെ പോവും. അതിനുള്ള ഇട വയ്ക്കരുത്. നിലനിർത്തി ഞാൻ പറയാണ്. അമ്മയുടെ വീട് ഇതാണ്, വിനോദിന്റെ വീട് അവിടെയാണ്. അവിടെ എൻ്റെ വീടുള്ളതുകൊണ്ട് ഞങ്ങൾ കൂടെ വരും. അവിടെ അവന് സ്വാതന്ത്ര്യമായിട്ട് കിടക്കാനും എടുക്കാനും അവിടെ കിടക്കാം. ആ വീട്ടിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഏത് വീട്ടിലായിരുന്നു മൃതദേഹം? ആ വീട്ടിലായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് പെട്ടെന്ന് നോക്കാനുള്ള കാരണം എന്താണ്? പെട്ടെന്ന് അവർക്ക് സംശയം ഒരുപാട് ദിവസമായിട്ട് മാറ്റം ഉണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഒരു 6 മണിയായപ്പോ ഒറ്റ ദിവസം കൊണ്ട്. അപ്പൊ നിങ്ങളിത് കണ്ടിട്ട് അന്ന് നിങ്ങൾ പകലാണ് കണ്ടതല്ലേ? ഇല്ല, ഒരു 6 മണിയായപ്പോ ഞാൻ കട അടച്ചിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല. ഇല്ല, പിന്നീട് കണ്ടില്ല. ചാക്കട്ടല്ല പുറത്ത് അത് കണ്ട് പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പറയണത്. അങ്ങനെ ആയിരിക്കും, ഞാൻ കണ്ടില്ല അത്. ഈ മൃതദേഹം കണ്ട ശേഷം വിനോദിനെ കണ്ടിരുന്നു അമ്മ? ഏതെങ്കിലും രീതിയിൽ കണ്ടിരുന്നോ? കണ്ട് അന്ന് കണ്ട് വൈകിട്ട് രാത്രിയൊക്കെ കണ്ടത്. ഇന്ന് നമ്മള് ആരും മിണ്ടിയില്ല, എടുത്തുമില്ല, അതിന്റെ നാമത്തെ എടുത്തില്ല. പിറ്റേന്നാണ് പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതേ ഉള്ളൂ. ഉണ്ട്. ഞാൻ പള്ളിയിൽ പോയി പോലീസിനെ വിളിച്ച് പറഞ്ഞ്, പോലീസ് വന്ന് പറഞ്ഞ് നിങ്ങളിവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പള്ളിയിലുള്ള പിള്ളേരും സെറ്റുകളും ഇവിടെ വന്ന് അവര് കണ്ടെത്തി. അവനെ ഉടനെ അവൻ വീട് കഴിക്കൊണ്ടിരിക്കുന്നു. അനിയൻ പേര് അത് ചെറിയ സപ്പോർട്ടിനൊക്കെ വിളിച്ചിരിക്കും, നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ഒരേ ഒരു പേടിയേ ഉള്ളൂ, അവൻ എന്നെ ജയിലിൽ നിന്ന് വിട്ടാ എന്നെ കാറ്റിക്കളയും. എന്റെ മൊഴി ഇനി അറിയാത്തവരാരും. അതുകൊണ്ട് ഉള്ള ഒരു പേടി എന്ന് പറയുന്ന എത്ര ജീവനോടെ ചുമ്മാ ഇരുന്നാലും ഉയിര് പോകും. അതല്ല, യവന്റെ കയ്യിൽ നിന്ന് ഞാൻ മരിക്കരുത്, അത്രയും ഒരു മനസ്സിന് ഒരു പ്രയാസമുണ്ട്. അല്ലാതെ 9, മൂത്തോളം 9, ഇളയ 3.